ശാന്തിഗിരി ഫെസ്റ്റ് പൊടിപൊടിക്കാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ അടുത്ത് തിരുവനന്തപുരത്തിനടുത്ത് പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ശാന്തിഗിരി ഫെസ്റ്റ് അരങ്ങേറുന്നത്. അവിടെ ഈ ഓമനത്തുള്ള ഒരുപാട് പക്ഷികളും കിളികളും അതുപോലെ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അവയൊക്കെ ഓമനിക്കാനുള്ള അവസരം പ്രേക്ഷകർക്ക് കാണികൾക്ക് കിട്ടാൻ പോകുന്നു. അവിടെ പെറ്റ് ഷോ ഇന്നു മുതൽ തുടങ്ങുകയാണ്. അവിടെ നമുക്ക് AV ജയശങ്കർ അവിടെയുണ്ട് ഈ ശാന്തിഗിരി ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ പറയാൻ. അജീഷ് ജയകുമാർ, സോറി, AV ജയശങ്കറാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സെൻട്രൽ സ്റ്റേഡിയം. പറയൂ. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ശാന്തിഗിരി ഫെസ്റ്റ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇന്ന് മുതൽ ശാന്തിഗിരി ഫെസ്റ്റിൽ കൗതുകം ജനിപ്പിച്ചുകൊണ്ട് പെറ്റ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് പിന്നിൽ കാണാൻ നല്ലൊരു കുതിരയുണ്ട്. അവിടെ മറ്റ് തരത്തിലുള്ള പക്ഷികളുണ്ട്. ഇവിടെ ഒരു പക്ഷികളുടെ സ്വതന്ത്ര ലോകം എന്നൊരു കൂടാരമുണ്ട്. ഇതിനുള്ളിൽ നിരവധിയായ പക്ഷികളുണ്ടെന്നാണ് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ചെറിയ ഇരുട്ടൊക്കെയുള്ളൊരു മുറിയാണ്. ഇതിനുള്ളിലാണ് പക്ഷികൾക്ക് ഒരു സ്വതന്ത്ര ലോകം ഈ ശാന്തിഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. വിവിധ ഇനത്തിൽ പ്രാവുകളുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്, മറ്റു തരത്തിലുള്ള വ്യത്യസ്തമായ തത്തകളുണ്ട്. അങ്ങനെ ഒരുപാട് പക്ഷികൾ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളുണ്ട്, എന്തൊക്കെയുണ്ട്, നമുക്ക് അതിൻ്റെ എല്ലാം തന്നെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ചേട്ടാ, ഇവിടെ എന്തൊക്കെ പക്ഷികളാണ് ഉള്ളത്? പ്രധാനമായിട്ട് മക്കാവു, കൊക്കാറ്റോ, ഇങ്ങനെ ഇത്തരം പക്ഷികൾ, ആഫ്രിക്കൻ ലവ് ബേഡ്സൊക്കെ ഉണ്ട്. ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹം നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് മനുഷ്യരെ സ്നേഹിക്കാനുള്ള ഒരു മാർഗമാണ് പക്ഷികളെ സ്നേഹത്തിലൂടെ മനുഷ്യരിലേക്ക് അടുക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ്. ഈ ഓപ്പൺ ഏവറി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട്. ഇത് പക്ഷികളെ സ്വതന്ത്രരാക്കി വിടുക എന്നുള്ള, കൂട്ടിലടച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല പക്ഷികൾ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പുതിയൊരു കൺസെപ്റ്റ്. പക്ഷികൾക്ക് ഓർമ്മ എന്തൊക്കെയുള്ള കുതിര അല്ലാണ്ട്? കുതിരയുണ്ട്, യമു എന്ന് പറയുന്ന പക്ഷിയുണ്ട്. കാര്യം യമു എന്ന് പറയുന്നത് നമ്മുടെ ഈ പക്ഷികളുടെ ഏറ്റവും ഉയരം കൂടിയ പക്ഷിയാണ്, വില കൂടിയ പക്ഷിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുന്ന വിശാലമായി ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മുടെ നെടുമങ്ങാട് DYSP കാണാം. അദ്ദേഹം ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷോ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു. സാർ, എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ഇവിടെ പക്ഷികളെ സംരക്ഷിക്കുന്നൊരു സ്ഥാപനമായി ശാന്തിഗിരി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫ്ലവർ ഷോയുടെ ഇടയിൽ തന്നെ പക്ഷികൾക്കും പൂക്കൾക്കും തമ്മിലുള്ളൊരു ബന്ധം, ആ ബന്ധം ഇവിടെ ഊട്ടിയുറപ്പിക്കുകയാണ് ശാന്തിഗിരി ആശ്രമം ചെയ്യുന്നത്. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും സ്വതന്ത്രമായി പക്ഷികൾക്കൊരു താവളം ഒരുക്കിയത് സ്വാഗതാർഹവുമാണ്. ശാന്തിഗിരിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പക്ഷികളെയൊക്കെ ഇതേപോലെ കയ്യിലൊക്കെ ഇരുത്തി ആസ്വദിക്കാൻ, ഇല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ, അവയ്ക്കൊപ്പം സെൽഫി എടുക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഒഴിവ് സമയങ്ങളിൽ ശാന്തിഗിരിയിലേക്ക് പോവുക. എന്തായാലും മികച്ചൊരു അനുഭവമാണുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്തമായ പല കാഴ്ചകളും പലതും ശാന്തിഗിരി നമുക്ക് സമ്മാനിക്കുന്നു. അതിൻ്റെ കൂടെ പുതിയൊരു കാര്യം കൂടി വരുന്നു. പെറ്റ് ഷോ തുടങ്ങിയിരിക്കുന്നു. വ്യത്യസ്ത ഇനം കൗതുകകരമായ പക്ഷികൾ ഉൾപ്പെടെ ഈ ഷോയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വലിയ ആസ്വാദനം മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് ശാന്തിഗിരി ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴുത്തിൽ പാമ്പിനെ കെട്ടിയിരിക്കാൻ ചെറിയ പേടിയുണ്ട്, പക്ഷേ സംഭവം കൊള്ളാം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.